മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ CMRL കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ റെയ്ഡിൽ കിട്ടിയത് നിർണായക വിവരങ്ങളും പരസ്പര വിരുദ്ധ മൊഴിയും. ലഭിച്ച വിവരങ്ങളെല്ലാം വിലയിരുത്തി SFIRO അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. വീഴ്ചകൾ തെളിഞ്ഞാൽ ഇരുവരും കേസെടുക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ മാസപ്പടി അന്വേഷണത്തിൽ വീണയെയും CMRL ഡയറക്ടറെയും ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് 3 മണിവരെ നീണ്ടു. SFIRO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനെത്തിയത്. പരിശോധനാ സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. CMRLും വീണ വിജയന്റെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴിയെടുത്തു. പല രേഖകളും ശേഖരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 1.72 കോടി രൂപ CMRL വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത്. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം കൈമാറിയത്. SFIRO അന്വേഷണത്തിലെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. നീണ്ട 5.5 മണിക്കൂർ CMRLിൽ SFIRO അന്വേഷണ സംഘം പരിശോധന നടത്തി. വൈകാതെ വീണ വിജയന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സേവനമൊന്നും നൽകാതെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി 12 അംഗ സംഘത്തെയാണ് മാസപ്പടി അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. CMRL, എക്സാലോജിക്, KSIDC എന്നിവർക്ക് പറയാനുള്ള മൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടിയാണ് SFIRO ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനു മുമ്പാകെ CMRL കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർമാരും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി SFIRO സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, മുപ്പത്തടുത്ത ഫാക്ടറി എന്നിവിടങ്ങളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. CMRL ഉടമ കർത്തയെയും ചോദ്യം ചെയ്യും. നഷ്ടത്തിലായിരുന്ന CMRL കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളെയാണ് SFIRO സംഘം പരിശോധിക്കുന്നതെന്നും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വക്താക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ CMRLിലെ റെയ്ഡ് അതിനിർണായകമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണതലത്തിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനിക്കുണ്ടായതെന്നാണ് വിലയിരുത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഓഫീസുകളായിരുന്നു ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്നത്. ഇരുവരുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയത്.